അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റമളാനുമായി ബന്ധപ്പെടുത്തി രാത്രി നമസ്കാരത്തെ സൂചിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു തെറ്റിദ്ധാരണയാണ് തറാവീഹ് നമസ്കരിച്ചൊരാൾ അല്ലെങ്കിൽ വിത്തറും തറാവീഹും എല്ലാം കൂടി 11 റക്അത്ത് നമസ്കരിച്ചൊരാൾ. ഇവിടെ മനസ്സിലാക്കേണ്ടത് തറാവീഹ്, വിത്തർ, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് ഇതൊക്കെ ഓരോ നമസ്കാരത്തിന് വ്യത്യസ്തമായ പേരുകളാണ്. അപ്പോൾ 11 റക്അത്ത് നമസ്കരിച്ചു, പിന്നെ രാത്രി പിന്നെയും തഹജ്ജുദ് നമസ്കരിക്കാമോ? അല്ലെങ്കിൽ പിന്നെ എഴുന്നേറ്റ ശേഷം നമസ്കരിക്കുന്നതുകൊണ്ടാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് നമസ്കരിക്കാമോ? ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ രാത്രി ഇമാമിനോടൊപ്പം നമസ്കരിക്കുന്നതോടുകൂടി പരിപൂർണമായും 11 റക്അത്ത് ഇമാമിനോടൊപ്പം നമസ്കരിക്കുന്നതോടുകൂടി രാത്രി മുഴുവനും നമസ്കരിച്ചതിന്റെ പ്രതിഫലം നമുക്ക് ആൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹു മൻ ഖാമ അൽ ഇമാമി ഹത്താ യൻസരിഫ, ഇമാം പിരിഞ്ഞു പോകുന്നത് വരെ, അഥവാ നമസ്കാരത്തിൽ ഇമാം പിരിയുന്നത് വരെ ഇമാമിനോടൊപ്പം രാത്രി നമസ്കരിച്ചാൽ ഖതബല്ലാഹു ലഹു ഖിയാമ ലൈല, രാത്രി മുഴുവനും നിസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് തന്നെ അത് ഇഷാക്ക് ശേഷം സുബഹിക്കിടയിൽ ഏത് സമയത്തും നമുക്കത് നിർവഹിക്കാം. ജമാഅത്തായി പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇഷാ നമസ്കാരം കഴിഞ്ഞാണ് നിർവഹിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുന്നതിൽ വിരോധമില്ല. അങ്ങനെ നമസ്കരിക്കുന്ന പക്ഷം അയാൾക്ക് രാത്രി മുഴുവനും നമസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടിയെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും രാത്രി നമസ്കരിക്കേണ്ടതില്ല. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് 11 റക്അത്തായിരുന്നു. അപ്പോൾ ഇവിടെ 11 റക്അത്ത് നമസ്കരിക്കുകയും പിന്നീട് നമ്മൾ നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ പ്രവാചക ചര്യക്കെതിരായ രൂപത്തിലുള്ള ഒരു ശൈലി നമ്മൾ സ്വീകരിക്കേണ്ട അവസ്ഥ വരും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാത്രി നമസ്കരിക്കുന്ന ഒരാൾ, ഇത് ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരാളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജമാഅത്തായി നമസ്കരിക്കുന്നവർ പരിപൂർണമായും ഇമാമിനോടൊപ്പം നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ പ്രവാചക ചര്യയോട് ചേർന്ന് നിൽക്കുക. അത് ഇഷാക്ക് ശേഷമുള്ള ജമാഅത്താണെങ്കിലും, ഇഷാക്ക് ശേഷം റെസ്റ്റ് എടുത്ത് അർദ്ധരാത്രിയിലുള്ള ജമാഅത്താണെങ്കിലും, അഥവാ സുബഹിക്ക് മുമ്പുള്ള എപ്പോഴും നടക്കുന്ന ജമാഅത്താണെങ്കിലും നമുക്ക് അങ്ങനെ പങ്കെടുക്കാവുന്നതാണ്. ഇനി ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒറ്റക്ക് നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇഷാ നമസ്കാരം കഴിഞ്ഞ് അവർ 5 റക്അത്ത് നമസ്കരിച്ചു എന്ന് കരുതുക, 3, 5, 7, 9 നമസ്കരിച്ചു എന്ന് കരുതുക. പിന്നീട് അവർക്ക് രാത്രി സുബഹിക്ക് മുമ്പ് നമസ്കരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഒറ്റയായി പിന്നെ അവസാനിപ്പിക്കേണ്ടതില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വിത്റാനി ഫിൽ ലൈൽ, രാത്രി 2 വിത്തറില്ല. അതുകൊണ്ട് തന്നെ രാത്രി 2 വിത്തർ നമസ്കാരമില്ല, അഥവാ 2 പ്രാവശ്യം ഒറ്റയാക്കി ചെയ്യേണ്ടതില്ല. അപ്പോൾ ആ 7 റക്അത്ത് നമസ്കരിച്ച ഒരാൾ പിന്നീട് 4 റക്അത്ത് സുബഹിക്കുമ്പോൾ നിസ്കരിച്ചാൽ മതി. 9 റക്അത്ത് നമസ്കരിച്ച ഒരാൾ പിന്നെ 2 റക്അത്ത് നമസ്കരിച്ചാൽ മതി. അതേപോലെ തന്നെ 5 റക്അത്ത് നമസ്കരിച്ച ഒരാൾ 6 റക്അത്ത് നമസ്കരിച്ചാൽ മതി. ആ രൂപത്തിൽ ഒരു പ്രാവശ്യം, അത് എപ്പോഴാണോ ഒറ്റക്ക് നമസ്കരിക്കുന്നവർക്കാണ് ഇത് കൂടുതലും ബാധകമാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്ത് നമസ്കാരം പരിപൂർണമായി നിർവഹിക്കുക. എപ്പോഴാണോ ജമാഅത്ത് പള്ളിയിൽ രാത്രി നമസ്കാരത്തിന് ജമാഅത്തുള്ളത്, ആ രൂപത്തിൽ ഇത് പരിപൂർണമായും ചെയ്യുക. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷാ നമസ്കാര ശേഷം ഒരു 7 റക്അത്ത് നമസ്കരിച്ചു എന്ന് കരുതുക. പിന്നെ സുബഹിക്ക് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുക. ആ രൂപത്തിൽ ഒറ്റ പ്രാവശ്യമേ രാത്രി വിത്തറാക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ തറാവീഹ്, വിത്തർ, ഖിയാമുൽ ലൈൽ, ഖിയാമുർ റമളാൻ, തഹജ്ജുദ്, ഇതൊക്കെ ഒരു നമസ്കാരത്തിന് പറയുന്ന വ്യത്യസ്തമായ പേരുകളാണ്. രാത്രി നമസ്കാരത്തിന്റെ വ്യത്യസ്തമായ പേരുകളാണെന്ന് അറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.